കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസനിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസനിലായിരിക്കാം. മാർത്ത മറിയ എന്ന വിഷയം വചനത്തിലൂടെ നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ, മറിയയുടെ വീട്ടിൽ വന്ന, ലാസറിൻ്റെ ഭവനത്തിൽ വന്ന യേശു ദൈവവചനം പ്രസംഗിച്ചപ്പോൾ മറിയ അത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. മാർത്ത ഭരതനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി ഇരുന്നു എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. കാരണം യോഗം കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കണമെന്നുള്ള തിരക്കായിരിക്കാം, അവിടെ എഴുതിയിട്ടില്ല, അനുമാനിക്കുക. ആ തിരക്കിൽ മാർത്ത ആയിരിക്കുമ്പോൾ മറിയ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ഗുരുവിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ആ വചനം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയും ഇരിക്കുന്നു. ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താ ഈ നല്ല അംശം? എന്തൊക്കെ സമൂഹമേ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്താ ഈ നല്ല അംശം? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അംശം, നല്ല തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ദൈവവചനം കേട്ടനുസരിച്ച് നിത്യത പ്രാപിക്കുക എന്നുള്ളതാണെന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നമ്മൾ വീട് വാങ്ങുമ്പോൾ, സ്ഥലം വാങ്ങുമ്പോൾ നല്ല വീട് തിരഞ്ഞെടുക്കുന്നു, നല്ല ദേശം തിരഞ്ഞെടുക്കുന്നു, വെള്ളം, വഴി, പിന്നെന്താ കറണ്ട്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങൾ നമ്മൾ നമ്മുടെ തിരഞ്ഞെടുപ്പ് അതാ. ഏറ്റവും നല്ലത് മുന്തിയത് നോക്കി നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. തുണി നല്ലത്, ഏറ്റവും മുന്തിയത്. ചീത്ത ആരും എടുക്കത്തില്ല. വണ്ടി എടുത്താൽ നല്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്താൽ നല്ല എൻജിൻ കണ്ടീഷനുള്ള വണ്ടി. സ്ഥലം വാങ്ങുമ്പോൾ നല്ല മനോഹരമായ ഫലപുഷ്ടമായ സ്ഥലം. അങ്ങനെ എന്തുകൊണ്ട് ഈ ദൈവവചനം കേട്ട് നമ്മൾ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നില്ല? അത് നല്ല അംശമാണ്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും അവിടെ നിന്ന് അപഹരിക്കുകയില്ല. നമ്മളുണ്ടാക്കുന്ന സ്വത്തോ നമ്മളുണ്ടാക്കുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ അപഹരിക്കപ്പെടാം. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിച്ച് നിത്യത പ്രാപിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിനെ അപഹരിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ച് പറയാം, ഈ ദിവസങ്ങളിൽ ദൈവവചനം കേട്ട് അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന ഒരു കമ്പിവാചകം പോലെ ഒരു ടൈറ്റിൽ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. എബ്രായലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8, 9, 10, 11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. 40 ആണ്ട് എൻ്റെ പ്രവൃത്തികളെ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സ്തോത്രം. അല്ല, ലാസ്റ്റ് വാക്യമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചത്. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് എബ്രായ വിശ്വാസികളോട് പൗലോസ് പറയുന്ന ഒരു പ്രസ്താവനയാണ്. എന്നാൽ ഇത് പഴയ നിയമത്തിൽ ഈ കർത്താവ് സത്യം ചെയ്തു എന്നുള്ള വിഷയം പഴയ നിയമത്തിൽ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇന്ന് ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ ഒന്ന് ഗ്രഹിപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്യുന്നവനാണോ? തീർച്ചയായിട്ടും സത്യം ചെയ്യുന്നവനാണെന്നേ. അതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതിയിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം ഒരു ആത്മനിയോഗത്താൽ എനിക്ക് വായിക്കാൻ ഒരു സന്ദർഭത്തിലിടയായി. കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു. അത് വായിക്കണമെന്ന് ഒരു ചിന്ത തന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം, സത്യത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയി. നമ്മുടെ ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ.
ദൈവത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്ന അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന്. സ്നേഹസമ്പന്നനാണ്, ദയയുള്ളവനാണ്, കരുണ കാണിക്കുന്നവനാണ്. വിശന്നിരുന്ന ജനത്തെ ഈ 3 ദിവസം എന്നോടുകൂടി അവർ ആയിരിക്കുന്നു. അവരെ ഇപ്പോൾ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയിക്കും. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അപ്പൊ കരുണാസമ്പന്നനായ ദൈവം, നമ്മുടെ വിഷയങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ദൈവം ഒക്കെ ശരിയാണ്. പക്ഷേ വിശ്വാസഗോളമേ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടിയാണ്. അവൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നവൻ കൂടിയാണ്. ആ ഒരു ചിന്തയാണ് ഇന്ന് രാത്രി ഈ വചനം പറയാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. എബ്രായരിൽ നമ്മൾ വായിച്ചു, അവൻ കൈ ഉയർത്തി സത്യം ചെയ്തു. എന്താ സത്യം ചെയ്തത്? അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല. മരുഭൂമിയിൽ ചുമ്മായല്ല ഈ ജനം പട്ടുപോയത്. മിരിയാമിന്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് ഇസ്രായേൽ കന്യകമാര് പാട്ടൊക്കെ പാടി സന്തോഷിച്ച് അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾ വഴിയിൽ വെച്ച് പട്ടുപോയി. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഹല്ലേലൂയ. നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. വചനത്തിലൂടെ അനുഗ്രഹം, നന്മ, വിടുതൽ എന്ന് പറഞ്ഞു കിടക്കുന്ന പെന്തോക്കോസാര് ഇത് ശരിക്കൊന്ന് മനസ്സിലാക്കണം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ ഞാനത് നിങ്ങളെ വായിച്ചു ഗ്രഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് 10-ാം അധ്യായം അതിൻ്റെ വാക്യം ഞാൻ വായിക്കാം. ഹല്ലേലൂയ. 5-ാം വാക്യം. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരായി ജനം? സൗരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. മോശയോട് ചേർന്നു. എല്ലാവരും ഒരു ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ശ്രദ്ധിക്കണേ, ഈ ഭാഗം ശ്രദ്ധിക്കണേ. ഞാൻ വായിച്ച എബ്രായ ലേഖനത്തിലെ ആ വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഇവിടെ അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. പാട്ടും പാടി സന്തോഷിച്ച് യാത്ര ചെയ്തുകൊണ്ട് വന്ന ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അവരെ തള്ളിയിട്ടു. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഇതൊന്നും നമ്മൾ ഗ്രഹിച്ചെടുക്കണേ. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചർച്ചുകൾ അനുഗ്രഹം, നന്മ, വിടുതൽ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു കൂട്ടുക. ഈ പ്രസംഗങ്ങളെല്ലാവരും കൂടി കേട്ട് അനുഗ്രഹങ്ങളൊക്കെ പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയും ദൈവം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിൽ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടി തള്ളിക്കളയാനാ പറഞ്ഞത്. എങ്ങനെ തള്ളിക്കളഞ്ഞ്? കയ്യും കാലും കെട്ടി. ഇതിൽ നിന്ന് നമ്മൾ ഗുണപാഠങ്ങൾ എടുത്തോണം. അനുഗ്രഹത്തിന്റെ പുറകെ പോകുന്ന പെന്തക്കോസ്ത് സമൂഹം ഈ വചനം ഒന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെ ഒരു വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന്.
സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയും വിശദീകരിച്ച നിയമരക്തത്തെ മലിനമെന്നുണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനത്തിലെ ഒരു വാക്യം കൂടി വായിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം അതിൻ്റെ 11-ാം അധ്യായം. ഹല്ലേലൂയ, കർത്താവേ നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റോമാലേഖനം 11-ാം അധ്യായത്തിലെ ഹല്ലേലൂയ, സ്തോത്രം. കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളികളായി തീർന്നുവെങ്കിലോ. കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെ അല്ല, വേർ നിന്നെ എത്ര ചുമക്കുന്നുവെന്ന് ഓർക്ക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ ഖണ്ഡിതവും നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദൈവവചനത്തിൻ്റെ മാർമിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. സ്തോത്രം. അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്കാണ് ഇന്നത്തെ ഈ ദൂത് കർത്താവ് നമുക്ക് തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. അത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ വിഷയം ഒന്ന് ശരിക്കും മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് ചോദിച്ചാൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. നമ്മൾ പല അബദ്ധത്തിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കുക പലരും. ഈ അനുഗ്രഹത്തിൻ്റെ പുറകെ, നന്മയുടെ പുറകെ, വിടുതലിൻ്റെ പുറകെ പോയി ഇന്നത്തെ പെന്തക്കോ സമൂഹം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കണം. വ്യക്തികളോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കണം. സോളമനോടുള്ള ഇടപെട്ട അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ദാവീദിനോട് ദൈവം ഇടപെട്ട രീതി നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, വാള് നിന്റെ ഇസ്രായേൽ ഗൃഹത്തിൽ നിന്ന് ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞു. ഇതെന്താ കാര്യം? ഉരിയാവിന്റെ ഭാര്യയെ വാള് കൊണ്ട് കൊന്നു. ഇസ്രായേൽ ഗൃഹത്തിൽ നിന്ന് വാൾ ഒരിക്കലും മാറത്തില്ലെന്ന് ദൈവം പറയാനിടയായി, സത്യം ചെയ്ത് പറയാനിടയായി. യുദ്ധത്തിന്റെ യുദ്ധങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി. മകൻ സോളമന്റെ പ്രൗഢി കാണാൻ രാജാക്കന്മാരും രാജ്ഞിമാരും ഒക്കെ വന്ന ചരിത്രം വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. അവസാനം ഒരു വൃക്ഷത്തെ പോലെ അവനെ പറിച്ചു കളഞ്ഞു എന്നാണ് പുസ്തകം. വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഇടം കിട്ടാതെ പോയി എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾക്ക് വായിക്കാൻ പഠിക്കാൻ കഴിയുന്നു. ഇപ്പൊ ദൈവത്തിന്റെ സ്വഭാവം ഒന്ന് മനസ്സിലാക്കണം. അവൻ ആർദ്രതയുള്ളവനാണ്, മനസ്സലിയുള്ളവനാണ്, അവൻ സ്നേഹസമ്പന്നനാണ്, അവൻ ദയയുള്ളവനാണ്. അപ്പോൾ തന്നെ മടങ്ങി വരുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അവൻ വാളിന് മൂർച്ച കൂട്ടുന്നവൻ കൂടിയാണ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് രാത്രി നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നത്. അതിൻ്റെ യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായം എല്ലാവരും എടുത്തു വെച്ച് വേണം ഈ ദൂത് കേൾക്കാൻ.
7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ വന്നു, എൻ്റെ മുമ്പിലിരുന്നു. അവർ ചോദിപ്പാൻ വന്ന് എൻ്റെ മുമ്പിലിരുന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ച് യഹോവ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നോട് അരുളപ്പാട് ചോദിപ്പാൻ വന്നിരിക്കുന്നുവോ? നിങ്ങൾ എന്നോട് ചോദിപ്പാൻ എന്നാണ്, ഞാൻ ഉത്തരമരുളുകയില്ല എന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അവരോട് പറയണം. അടുത്തതാണ് നമ്മുടെ സബ്ജക്റ്റ്, വിഷയം. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ഇത് 1-2 പ്രാവശ്യം വെച്ച് കേട്ടാലും കുഴപ്പമില്ല. മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത്. യെഹെസ്കേലിനോട് ദൈവം പറയുക, നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ച് പറയേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിന്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു. ഞാൻ യാക്കോബ് ഗൃഹത്തിന്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു. എന്താ? ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഇസ്രായേലിനെ ഞാൻ തെരഞ്ഞെടുത്തു. ദൈവം സത്യം ചെയ്യുക. അല്ല, മനസ്സിലാവുന്നുണ്ടോ? ദൈവം സത്യം ചെയ്യുക ഇസ്രായേലിനോട്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ പുതിയ നിയമസഭയോട്? നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ തെരഞ്ഞെടുത്തു, ദത്തെടുത്തു, വീണ്ടെടുത്തു. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമ ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു, പുതിയ നിയമ ഇസ്രായേലിനെയും ദൈവം തെരഞ്ഞെടുത്തു, ആത്മീയ ഇസ്രായേലാകുന്ന പുതിയ നിയമസഭയെ. അതുകൊണ്ട് നമുക്കൊരു മുന്നറിയിപ്പാണ് ഈ ദൂത. യെഹെസ്കേൽ പ്രവചനം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ കുറഞ്ഞ പക്ഷം ഒരു 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു പഠിച്ചിരിക്കണം. എല്ലാം കൂടി വായിക്കാനുള്ള സമയം നമുക്കില്ല. അത്യാവശ്യം യെഹെസ്കേൽ 20-ന്റെ 1 മുതൽ 24 വരെയുള്ള വാക്യം നമ്മൾ വായിച്ചാൽ ഈ വിഷയം നമുക്ക് പിടികിട്ടും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം അത് 2-3 പ്രാവശ്യം വായിക്കണം. വായിച്ചിട്ട് വേണമെങ്കിൽ മെസ്സേജ് കേൾക്കാൻ, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അത് വായിക്കാൻ കൂടി ചെയ്യണം. അപ്പോൾ കാര്യം മനസ്സിലാവും. തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകളെ മനസ്സിലാക്കണം. ഇസ്രായേലാണ് നമ്മുടെ കലണ്ടർ, ഇസ്രായേലാണ് നമ്മുടെ എന്താ പറയുക ക്ലോക്ക്. ഇസ്രായേലിനെ നോക്കിയാൽ കർത്താവിൻ്റെ വരവ് എപ്പോഴും നമുക്ക് ഗണിച്ചെടുക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ മനുഷ്യപുത്ര, നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരെ ന്യായം വിധിക്കുമോ? നീ അവരുടെ പിതാക്കന്മാരുടെ മ്ലേച്ഛതകളെ അവരോട് അറിയിച്ചു പറയേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. നമ്പർ 1, ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഇസ്രായേൽ ഒരു ചോസൻ പീപ്പിൾ ആണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. രണ്ടാമത്, ഇസ്രായേൽ ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിക്കൊണ്ട് അവരോട് അരുളി ചെയ്തു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് കൈ ഉയർത്തി സത്യം ചെയ്തു. യെഹെസ്കേൽ 20-ന്റെ 5-ന്റെ ആ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈയുയർത്തി അവരോട് സത്യം ചെയ്തു. 2 കാര്യങ്ങൾ. 1, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. 2, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് സത്യം ചെയ്തു. ഇനി 3-ാമത്തിലേക്ക് വരിക. ഞാൻ അവരെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച വാക്യം ഏതാ? ഓർമ്മയുണ്ടല്ലോ വാക്യം? ഇതിനിടയിൽ അതൊന്ന് വായിക്കുന്നത് നല്ലതാ. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലെ ആ വാക്യം ഇടയ്ക്കൊന്ന് വായിക്കുന്നത് നല്ലതാണോ? എന്താ കാര്യം? നമ്മളിതൊന്ന് മനസ്സിലാക്കിയിരിക്കാനാ.
അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇവിടെ 3 പ്രാവശ്യം സത്യം ചെയ്തു ദൈവം. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് കൈയുയർത്തി സത്യം ചെയ്തു. അടുത്ത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈയുയർത്തി സത്യം ചെയ്തു. മൂന്നാമത് പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. ഫറവോന്റെ അടിമത്വത്തിൽ 430 സംവത്സരം കിടക്കുന്ന ജനത്തോട് ദൈവം ചെയ്ത സത്യത്തെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഫറവോന്റെ അടിമത്വത്തിൽ കിടക്കുകയായിരുന്നു. ദൈവമുള്ളവരും ദേവാലയമുള്ളവരും ആരാധനയുള്ളതും പുരോഹിതനുള്ളതും നിയമങ്ങളും ചട്ടങ്ങളും ഉള്ളതായ യഹൂദജനം. നമുക്കിത് വല്ലതും ഉണ്ടോ? നമ്മൾ പിശാചിന്റെ അടിമത്തത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളുകയായിരുന്നു. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നേ. നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് മനോഹരമായ നിലയിൽ പൗലോസ് എഴുതുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാനത് വായിച്ചു കേൾപ്പിക്കാം. വായിച്ചു കേൾപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും നിങ്ങൾ അനുസരിച്ച് നടന്നു. അപ്പൊ നമ്മൾ ആരായിരുന്നു? അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്, പിശാചിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നവരായിരുന്നു. അവരെ എന്ത് ചെയ്തു കർത്താവ്? ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. അതാണ് നമ്മുടെ അവസ്ഥ, ജാതികളുടെ അവസ്ഥ. അവരങ്ങനെയല്ല, അവർക്ക് പ്രമാണമുള്ളവരാ. അവര് പ്രമാണമുള്ളവരാണെന്നേ, നമ്മളെ പോലെ അല്ലെന്നേ. ഞാൻ നിങ്ങളെ അത് വായിച്ച് ഗ്രഹിപ്പിക്കാം. ഇതെല്ലാത്തിനും തെളിവുകളുണ്ടല്ലോ. കാര്യകാരണ സഹിതമാണല്ലോ നമ്മൾ ദൈവവചനം പഠിക്കുന്നത്. ചുമ്മാ ഊഹാപോഹമല്ലല്ലോ. റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്നെൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രയേല്യർ. പുത്രത്വം, തേജസ്സും, നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ജനിച്ചത്. ഈ അവസ്ഥ വല്ലതും നമുക്കുണ്ടോ? ഇടയ്ക്ക് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയോട് വേറൊരു സഹോദരി പറഞ്ഞു, നമ്മളും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറത്തില്ലെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ന്യായപ്രമാണം നമുക്കും കൂടി ഉള്ളതാണെന്ന്. ആ സഹോദരി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം നമുക്കാണെങ്കിൽ നമ്മൾ ഇസ്രായേൽ മക്കളായിരിക്കണം. നമ്മൾ നേരത്തെ വായിച്ച എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കിടക്കുന്നവരാ. പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരായിരുന്നു നമ്മളെ. അവിടെ നിന്ന് ഉയർപ്പിച്ചു, ജീവിച്ചു, ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി, സ്വർഗീയമായ അനുഭവത്തിൽ ഇരുത്തിയിരിക്കുക. ദൈവരാജ്യം, ഭക്ഷണം, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ആ അനുഭവത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. നമ്മൾ പിശാചിനെ ആരാധിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിച്ചു, ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിച്ച് സ്വർഗത്തിലിരുത്തി. സ്വർഗീയമായ അനുഭവത്തിലായിരിക്കുക. ദൈവരാജ്യം, ഭക്ഷണം, പാനീയമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷം. ആ സന്തോഷത്തിന്റെ തിമിർപ്പിൽ നമ്മൾ ഭൂമിയിലായിരിക്കുക. ഇന്നത്തെ പെന്തക്കോസ്തുകാരായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പുതിയ നിയമ സഭയെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അങ്ങനെയാണ്. ഞങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ പുതിയ നിയമ സഭയാ. പെന്തക്കോസ് കാരെന്ന് പറഞ്ഞാൽ കാരമില്ലാത്ത ഉപ്പായി തീർന്നിരിക്കുക. എല്ലാവരുമല്ല, തെറ്റിദ്ധരിക്കരുത്. നല്ലൊരു ശതമാനം അങ്ങനെയായി മാറി. ചെറിയൊരു ന്യൂനപക്ഷം മാത്രമേ ദൈവവചനം അനുസരിച്ച് കർത്താവിൻ്റെ വരവിൽ പ്രത്യാശയോടെ മുമ്പോട്ട് പോകുന്നുള്ളൂ. അതും ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും എല്ലാം ലഭിച്ച ഒരു ജനമാണ് ഇസ്രായേൽ മക്കൾ. നമ്മൾ ആരാ? ജാതികളാ.
അതുകൂടി പറയാതിരുന്നാലേ ദൂത് ശരിയാകത്തില്ലെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരാ ജാതികളെന്നുള്ളത് പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാ. നമ്മൾ ആരാന്ന് നമുക്കറിയില്ല, പലർക്കും അറിയത്തില്ല. നമ്മൾ ആരാണെന്ന് പൗലൂസിന്റെ ടീച്ചിങ്ങിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുക. എനിക്കതിനൊന്നും എടുത്തു പറയുന്നൊന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ടീച്ചിങ് അല്ല, പൗലൂസിന്റെ ടീച്ചിങ് ഞാൻ പറയുക. എഫേസ്യർ 4:17 മുതൽ, ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്നാൽ ജാതികൾ തങ്ങളുടെ വൃത്തിബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായ അജ്ഞാന നിമിത്തം ഹൃദയാടിന്റെ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനംതഴിപ്പിച്ചു പോയവർ. ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വൃദ്ധബുദ്ധി അനുസരിച്ച് നടന്നവരാണ്, അന്ധബുദ്ധികളാണ്, അജ്ഞാനികളാണ്, ഹൃദയകാഠിന്യമുള്ളവരാണ്, ദൈവത്തിന്റെ ജീവൻ നകന്ന് മനം തഴിപ്പിച്ചു പോയവരാണ്. ആകയാൽ അത്യാഗ്രഹത്തോടെ അത്യാഗ്രഹികളാണ്, സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചവരാണ് ജാതികൾ. 7 കൂട്ടം അനുഭവം വായിച്ചു പഠിച്ചോണം. എഫേസ്യർ 4:17 മുതൽ 19 വരെ. നമ്മുടെ ചിത്രം ഇവിടെ കിടക്കുന്നത്. നമ്മളിപ്പോ യഹൂദന്മാരാകാൻ നോക്കുക. ന്യായപ്രമാണത്തിൽ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റപ്പെടത്തില്ല. അത് യഹൂദന്മാരോടുള്ള വിഷയമാണ്. ന്യായപ്രമാണം മത്തായി 5 കർത്താവ് തിരുത്തുന്നത് ശ്രദ്ധിച്ചോണം എല്ലാവരും. ഞാനത് പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. 6-7 പ്രാവശ്യം മോശയിക പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഗിരിപ്രഭാഷണത്തിന്റെ അവസാനം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്തു. പഴയ നിയമം പുതിയ നിയമം നമ്മൾ പഠിച്ചിരിക്കണം. അതിലെ പല കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. അത് മസ്റ്റാണ്. അനുസരിച്ച് ദൈവരാജ്യത്തിലേക്ക് ഒരുങ്ങാനുള്ള പ്രമാണം കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതാണെന്ന് പറയുന്നതിൽ ഒരു മടിയില്ല എനിക്ക്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ജാതികളുടെ ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ യഹൂദന്മാര് ആരാ? അവർ പ്രമാണമുള്ളവരാ. ഞാൻ വായിച്ചല്ലോ, അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ആ പ്രമാണമുള്ള ജനത്തോടാണ് ദൈവം ഇവിടെ പറയുന്നത്. പ്രമാണം ലഭിച്ച ജനത്തോട്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് കൈയുയർത്തി സത്യം ചെയ്തു, ഞങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് സത്യം ചെയ്തു. 430 സംവത്സരം ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്തു? നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുന്നു? വാഗ്ദത്ത കനാനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് എവിടെ പറയുന്നത്? സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ദേശത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്തു, ഞാൻ തെരഞ്ഞെടുത്തു എന്ന് സത്യം ചെയ്തു, ഞാൻ നിങ്ങളുടെ ദൈവമാണെന്ന് സത്യം ചെയ്തു. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുമെന്ന് സത്യം ചെയ്തു. ദൈവം ആ സത്യം ചെയ്തത് നിവർത്തിച്ചു. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണേ. ഇതൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കണേ. ഈ വചനഭാഗങ്ങൾ ദൈവം കൈയോർത്തി സത്യം ചെയ്തു. നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളുടെ ദൈവമാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിന്ന് അടിമ വീടായ ഇസ്രായേലിൽ ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കുമെന്ന് കൈയോർത്തി സത്യം ചെയ്തു. അതുപോലെ ദൈവം ചെയ്തു. അതുപോലെ ദൈവം ചെയ്തു. മോശ മുഖാന്തരം ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്നു. സെൻട്രൽ പാസ്റ്റർ മോശ അനുസരണക്കേട് കാണിച്ചപ്പോൾ പാസ്റ്ററിന്റെ വിക്കറ്റ് ദൈവം തന്നെ അങ്ങ് എടുത്തു. ക്ഷമിക്കണേ ഞാൻ ആ ഭാഷ പറഞ്ഞത്. മോശയെ അങ്ങ് മാറ്റിയിട്ട് യോശുവയെ ദൈവം നിയമിച്ചു. ചിന്തിച്ചോണം. ഞാനും നിങ്ങളും കർത്താവിന്റെ വേല ചെയ്യുന്നു. വചന വ്യവസ്ഥ പ്രകാരം ചെയ്തില്ലെങ്കിൽ നമ്മളെ എടുത്ത് തോട്ടിക്കളഞ്ഞിട്ട് വ്യവസ്ഥ പാലിക്കുന്നവനെ ദൈവം കർത്താവിന്റെ വേലയ്ക്ക് ആക്കും. ഇന്ന് എല്ലാവരും കർത്താവിന്റെ വേലയൊന്നുമല്ല ചെയ്യുന്നത്. കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമൽ കൊടുത്തിട്ട് പലരുടെയും ചുമല് തേഞ്ഞു പോയിരിക്കുക. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു കൂട്ടര്, റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ഒരു കൂട്ടര്, കല്യാണ ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടർ. ഇതെല്ലാം പാസ്റ്റർമാരാ. ഇവരെല്ലാത്തിനെയും ഖണ്ഡനം ചെയ്യുക ഞാൻ. അപ്പോസ്തലന്മാരെ കുറിച്ച് വചനത്തിൽ പറയുന്നത്, തെരഞ്ഞെടുപ്പ് വന്നപ്പോ അപ്പോസ്തലന്മാരൊക്കെ ചെന്ന് പറഞ്ഞു സഭ തിരഞ്ഞെടുക്കണമെന്ന്. അവർ പറഞ്ഞു നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയിൽ വലിയ ശുശ്രൂഷയിൽ ഉറ്റിരിക്കും. അതാ പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം.
തൃശ്ശൂർ ജില്ലയിലുള്ള പാസ്റ്റർമാരിൽ 99% ഈ കള്ളക്കച്ചവടം ചെയ്യുന്നവരാണെന്നാണ് അവിടെയുള്ളൊരു സഹോദരൻ പറഞ്ഞത്. വലിയ ദുഃഖത്തോടെ അദ്ദേഹം പറഞ്ഞത്. ലോട്ടറി കച്ചവടം, റിയൽ എസ്റ്റേറ്റ് കച്ചവടം. ഒരു പാസ്റ്റർ പറയുന്ന ഒരു മാസം എത്ര 3000 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ 2 വർഷം തന്നു കഴിയുമ്പോൾ തിരിച്ച് എത്ര ലക്ഷം തിരിച്ചു കൊടുക്കാമെന്ന് മണിച്ചെയിൻ നടത്തുക പാസ്റ്റർമാർ. എൻ്റെ അടുക്കലും വന്നൊരു പാസ്റ്റർ ഇത്ര രൂപ തന്നാൽ അത് കുറേ കഴിയുമ്പോൾ അത് തിരിച്ചു കിട്ടും. ഞാൻ വിട്ടോളാൻ പറഞ്ഞു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. പുള്ളിക്ക് ആദ്യം വിഷമമായെങ്കിലും വിഷമിച്ചിട്ടൊന്നും ഒരു കഥയില്ല. ഇതൊക്കെ മണിച്ചേൻ്റെ പരിപാടികളാണ്. ഞാൻ പറഞ്ഞു ഇതിലൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബന്ധക്കോ സഹോദരനും എന്നെ അതിൽ ചേർക്കാൻ നോക്കി, നടന്നില്ല. കാരണം വചനത്തെ ഭയപ്പെടുകയും വചനത്തിന് കീഴ്പ്പെടുകയും ചെയ്ത സഹോദരന്മാർക്ക്, ദിവ്യാസന്മാർക്ക് അതൊന്നും പറ്റത്തില്ല. വചനത്തിന് കാക്കാച്ചിന് വില കൊടുക്കാതെ വല്ലവരുമൊക്കെ പറയുന്നത് കേട്ട് പോകുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അതൊക്കെ ചെയ്യാം. സംഘടനകളിൽ ഒട്ടുമുക്കാലും വചന വ്യവസ്ഥ തെറ്റിച്ചു പോകുന്നവരാണ് കൂടുതലെന്നാണ് ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതിനെ ശിഷ്യരാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാതെ വല്ലതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ എന്തനുസരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നേ, വിശ്വാസികളെ കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി വളർത്തിയെടുക്കുന്നേ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്നേ. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതല്ലേ ശുശ്രൂഷ. കൊലോസ്യർ 1 അവസാന 2 വാക്യങ്ങൾ വായിച്ചു പഠിച്ചോളുക. എപ്പോഴും പറയുന്നുണ്ട്, അതിനടുത്ത് പറയാൻ സമയമില്ല. അപ്പൊ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ജനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രവൃത്തി പുസ്തകം 28 ദൈവരാജ്യം പ്രസംഗിച്ചും ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോകുന്നു പൗലൂസിനെക്കാളും വലിയ മിഷണറിമാരും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. നമ്മളും അത് ചെയ്താൽ മതി. അപ്പുറം കയറി ചെയ്യേണ്ട, കുറച്ചും ചെയ്യേണ്ട, അതങ്ങ് ചെയ്തേച്ചാൽ മതി. ദൈവരാജ്യം പ്രസംഗിച്ച് കർത്താവിൻ്റെ വേണ്ടി ജനത്തെ ഒരുക്കുക. അതിലപ്പുറം ഒന്നും കയറി ചെയ്യേണ്ട ആരും. സ്കൂൾ നടത്തിയവനും ഹോസ്പിറ്റൽ നടത്തിയവനും റിയൽ എസ്റ്റേറ്റ് നടത്തിയവരൊക്കെ അമ്പെ പൊട്ടി പാളീഷായി കിടക്കുന്ന വിഷയം നമ്മൾ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുക. പാസിന് തെറ്റിപ്പോയി നിങ്ങൾ പറയുമായിരിക്കും. റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടത്തി കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവർ നരകത്തിലേക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. 16,000 കോടി ഉണ്ടാക്കിയ ഭക്തൻ ദൈവകൃപ നഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്കത് മനസ്സിലായി. കേരളക്കര കണ്ടിട്ടുള്ള ഇതിൽ വെച്ച് ഏറ്റവും വലിയ പ്രാസംഗികന്മാരായി ഞാൻ ഹൃദയത്തിൻ്റെ ചെപ്പിൽ സൂക്ഷിച്ചിരുന്ന അനേക പാസ്റ്റർമാരെ അവർ ചപ്പും ചവറും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായി ഈ കാലഘട്ടങ്ങളിൽ തീർന്നുകൊണ്ടിരിക്കുക. ഞാനത് കണ്ട് കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. സ്വർഗീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും പുതിയ യെരൂശലേമിനെക്കുറിച്ചും രൂപാന്തര ശരീരത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അവർക്കൊന്നും പറയാനില്ല. അനുഗ്രഹം, നന്മ, വിടുതൽ, ഇതാണ് പ്രസംഗം. പഴയ നിയമത്തിലെ പ്രസംഗം ഞാൻ പഠിച്ചു നോക്കിയപ്പോൾ നിനവിലോട്ട് ചെന്ന് സഹോദരൻ യോനോട് പറഞ്ഞത് നിനവയ്ക്കെതിരെ പ്രസംഗിക്കാനാ. പത്രോസ് മുമ്പിലിരുന്ന ജനത്തെ സൂചിപ്പിക്കുകയല്ലേ ചെയ്തത്. നിങ്ങളെ യേശുവിനെ ക്രൂശിച്ചെന്ന് പറഞ്ഞു. അതാ പ്രസംഗം. നിങ്ങളാ ക്രൂശിച്ചത്. മാനസാന്തരപ്പെട്ടോ മര്യാദയ്ക്ക്? ഹല്ലേലൂയ. അവർ മാനസാന്തരപ്പെട്ടില്ലേ? പത്രോസ് പ്രസംഗിച്ചില്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടുവോ? ഇന്നത്തെ പ്രസംഗങ്ങൾ എന്തുവാ ഇന്ന് പ്രസംഗിച്ചു കൂട്ടുന്നേ? ഞാൻ ആത്മീയ രോഷാകുലനായി പോവുക ചില സമയത്ത്. ദൈവമക്കൾ ക്ഷമിക്കുക. വേലയും കൂലിയും കളഞ്ഞ് ആത്മീയ ഗോളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞതേ കള്ളക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ.